വൺ ഓഫ് ഡെയിലി ഷോർട്സ് ആണ്. ഞാൻ ഇനി തൊട്ട് ഡെയിലി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ബേസിക്കലി പറയണമെന്നുണ്ടെങ്കിൽ ഡെയിലി എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചെറിയ 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 ഗ്ലിംസ് ഒക്കെ ആയിട്ട് എടുത്തെടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കാർ. എങ്ങനെയുണ്ട്? കാനഡ വന്നിട്ട് എന്നെ ഫാസിനേറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ടൈം സോണും ടൈം ചേഞ്ചസും ഒക്കെയാണ്. കാര്യം ഇപ്പം ഞാൻ നാട്ടിൽ തന്നെ പോയിട്ട് വന്ന് പോകുന്നതിന് മുന്നേ 1 hour ബാക്കിലോട്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രി 10 മണിയാകുമ്പോഴത്തേക്കും നാട്ടിലൊരു 7:30 സമയമായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു ടൈം മാറി. 1 hour വീണ്ടും അവർ ഡേ ലൈറ്റ് സേവിങ് അവേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. എന്താ പറയുക, അത് ഇനി ഒരു ഫാസിനേറ്റ് ചെയ്ത കാര്യമാണ്. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ ഫുൾ ഔട്ട്ലുക്കേ അങ്ങ് ചേഞ്ച് ആവും. വിന്ററിലൊരു കോൾഡ്, ആ ഒരു എന്താ പറയുക, ഒരു ബ്ലൂയിഷ് ടോൺ, ആ ഒരു വൈബാണ്. പക്ഷെ സമ്മറിലോട്ട് വരുമ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ ആണ് കാനഡ. സീരിയസ്ലി പറയണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ഇപ്പോഴത്തെ മാർച്ചിൽ ഇപ്പോഴേ സൺസെറ്റ് ഒക്കെ 7:30 ആ ഒരു ടൈം സോണിലാണ് സൺസെറ്റ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും സൺസെറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 9-9:30 ആവുമെന്നുണ്ടെങ്കിലും ഒരു 11 മണി 12 മണിയാവും മൊത്തം ഡാർക്ക് ആവാൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഡാർക്ക് ആവില്ലേ, ആ ഒരു രീതിയിൽ ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇവിടുത്തെ ഒരു 11 മണിയാവും. എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ചെറിയൊരു എയർപോർട്ടാണ് ഈ കാണുന്നത്. ഫുഡെന്ന് പറഞ്ഞാൽ അപ്പം ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിതാ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. നമ്മളങ്ങനെ ഓസ്മോസ് ചെയ്യുന്ന ഒരു ചിക്കൻ ഓൺ ദ റോക്സും പിന്നെ ഒരു ഹലോമി എന്ന് പറയുന്ന ഒരു മൊസറല്ല ചീസ് വരുന്ന ഒരു സംഭവം വാങ്ങിച്ചു. സോ ബേസിക്കലി പറയണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു സ്ലോ ഡേ ആയിരുന്നു. ജോലി കഴിഞ്ഞതിന് ശേഷം വന്നു, സൈഡ് ഹസിൽസ് ഒക്കെ ചെയ്തു. പുറത്തുനിന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഡിന്നർ ചെറുതായിട്ടൊന്ന് കഴിച്ചു. എക്സ്പെക്ട് ചെയ്ത് അത്ര ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താന്ന് പറയാ, ഒരു 80% എക്സ്പെക്ട് ചെയ്ത് ഉണ്ടാക്കി. ഹാപ്പിയാണ്. നമ്മൾ എപ്പോഴും ഒരുപാട് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ എന്താ പറയാ, എപ്പോഴും കിട്ടുന്നതിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ആ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് ഞാൻ വർക്ക് ഇറങ്ങുന്നത്. അപ്പം ഇനിയും നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ.